കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ പരവൂർ പോലീസ് കേസ് ഡയറി ഇന്ന് കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറും. സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ആത്മഹത്യ ചെയ്തിട്ട് 4 ദിവസം പിന്നിട്ടു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, സഹപ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. എന്നാൽ ആരോപണ വിധേയരിലേക്ക് പോലീസ് അന്വേഷണം എത്തിയില്ല. IPC 174 പ്രകാരമാണ് പരവൂർ പോലീസ് കേസെടുത്തത്. IPC 306 FIR-ൽ ചേർക്കണമെന്നായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന അഭിഭാഷകരുടെ ആവശ്യം. എന്നാൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു പോലീസിന്റെ പക്ഷം. ഇത് പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമായി. മകളുടെ ആത്മഹത്യക്ക് പിന്നിൽ DDP-യും സഹപ്രവർത്തകരുമാണെന്നാരോപിച്ച് അനീഷയുടെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്ന അനീഷയുടെ 19 പേജുള്ള ഡയറി കുറിപ്പുകളും പോലീസിന് ലഭിച്ചു. ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. ഇത്തരം വസ്തുതകൾ പുറത്തുവന്നിട്ടും അന്വേഷണം എങ്ങുമെത്താത്തതിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഇന്നലെ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് അഭിഭാഷകർ പ്രതിഷേധിച്ചു. ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ബാർ അസോസിയേഷന്റെ ആവശ്യം. കോൺഗ്രസും മഹിളാ മോർച്ചയും ഇന്ന് പ്രതിഷേധവുമായി രംഗത്തിറങ്ങും. പരവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കോൺഗ്രസിന്റെ മാർച്ച്. കളക്ടറേറ്റിന് മുന്നിൽ വായ് മൂടിക്കെട്ടി മഹിളാ മോർച്ച പ്രവർത്തകരും പ്രതിഷേധിക്കും. ജനം, കൊല്ലം.